എന്താണ് നിങ്ങൾക്ക് പണി കിട്ടിയെന്നറിയോ? ഉള്ള രഹസ്യങ്ങളെല്ലാം എടുത്ത് ഈ കണ്ടവരിതൊക്കെ പറഞ്ഞുകൊണ്ടത്. നിങ്ങൾ ചുമ്മാ വെറുതെ എന്തിനാണ് നിങ്ങളെക്കുറിച്ച് ഉള്ള ആയുധങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്നത്? വളരെ പ്രൈവസി ഈസ് എ പവർ എന്നാണ്. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അയാൾക്ക് നിങ്ങളെ പണിയാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കെതിരായിട്ടുള്ള ആയുധങ്ങൾ എടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർക്ക് കൊടുക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ പണി തുടരെ 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 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവസി ഈസ് എ പവർ. നമ്മളെക്കുറിച്ച് എല്ലാമൊന്നും എല്ലാവരോടും പറയണ്ട. രണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ ബാഡ് ഡേ, അല്ലെങ്കിൽ ബാഡ് വീക്ക്, അല്ലെങ്കിൽ എൻ്റെ സമയം ശരിയല്ല എന്ന് പറഞ്ഞ് പഴിച്ചുകൊണ്ടിരിക്കാതെ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കൂ. 24 മണിക്കൂറുള്ളൊരു ദിവസത്തിൽ ഒരു 15 മിനിറ്റ് മാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടായ ഈ ബാഡ് സംഭവം അല്ലേ? നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ചത്, നിങ്ങൾ ആ വൈബിലേക്ക് പോയതൊക്കെ ഒരു 10 മിനിറ്റിലെ 15 മിനിറ്റ് അല്ലെ 1/2 മണിക്കൂർ കൂടി പോയ 1 മണിക്കൂർ. 24 മണിക്കൂറിൽ ബാക്കി 23 മണിക്കൂറുകൾ നിങ്ങൾക്ക് നല്ലതായിരുന്നു, നിങ്ങളത് മറന്നുപോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഒരു ദിവസം മാത്രമാണ് നിങ്ങൾക്ക് സങ്കടകരമായിട്ടുള്ളൊരു സംഗതി ഉണ്ടായത്. അതിനർത്ഥം ജീവിതം പോയേ നല്ല അല്ലെന്നേ. പിന്നെ ഉള്ള കാലം മുഴുവൻ അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ്. അത് കളയും, മനസ്സിനെ കളയും, അത് വെച്ചുകൊണ്ടിരിക്കേണ്ടതേ. പലപ്പോഴും നിങ്ങളുടെ അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ പറയുന്ന കാര്യം ശരി എന്ന നിങ്ങളുടെ വാദത്തിലോ, അല്ലെങ്കിൽ മറ്റേയാൾ നിങ്ങളോട് പറയുന്നു അയാൾ പറഞ്ഞാണ് ശരി എന്നുള്ളത്. ഞാൻ പറയട്ടെ, എല്ലാവരും ശരിയാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്ന്, അവനവൻ്റെതായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ശരിക്കും തെറ്റിനും വേർതിരിവുകളുണ്ട്. അതുകൊണ്ട് പിന്നെ തർക്കിച്ചിട്ട് എന്ത് കാര്യമാണ് അല്ലേ? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ശരിയാണ്, അയാൾ പറയുന്നത് അയാളുടെ ശരിയാണെന്ന് സ്വയം മനസ്സിലാക്കുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ സത്യം പറഞ്ഞാൽ സന്തോഷവും സമാധാനവും വരും. അതുപോലെ എനിക്ക് പറയാനുള്ള ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദേഷ്യം വരുമ്പോൾ എടുക്കുന്നൊരു തീരുമാനം, ആ ഒരൊറ്റ തീരുമാനം നിങ്ങളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കി. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനമായിട്ട് അത് മാറിയെന്ന് വരും. ഉറപ്പായിട്ടും അങ്ങനെയാവും. കാരണം ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ലോകത്താകമാനമുള്ള വ്യക്തിബന്ധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ പോലും ദേഷ്യം വരുമ്പോഴാണ് വായിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വരിക. ആ എടുക്കുന്ന തീരുമാനം, ഇപ്പം ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി കാമാവണം, കൂളാവണം, ആലോചിക്കണം, എന്നിട്ട് മാത്രം തീരുമാനിക്കണം. അങ്ങനെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. ഒരു മിസ്റ്റേക്കൊക്കെ മനുഷ്യ സഹജമാണ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ കൊണ്ടുനടക്കല്ലേ? ലോകത്തിനെ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കി. വലിയ മഹാന്മാർ എന്ന് പറയുന്നവരെ കുറിച്ച് ആലോചിക്കുക. എന്തിന് നിങ്ങളുടെ ചുറ്റുമുള്ള സെലിബ്രിറ്റീസിനെ കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് ആലോചിക്കുക. ഇതിനു മുമ്പ് എന്തെല്ലാം നെഗറ്റീവ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ. ആ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകാനാവുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സംഭവിച്ച തെറ്റ് തെറ്റാണ്, അത് ലോകം അതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല. കുറച്ചാൾ കഴിയുമ്പോൾ അത് മാറും. പക്ഷെ നിങ്ങൾ അത് ആവർത്തിക്കരുത്. നിങ്ങൾ നിങ്ങളെ സ്വയം തിരുത്തി മുമ്പോട്ട് പോയാൽ മതി. സമാധാനപ്പെടുന്നേ. ജീവിതം നല്ല രസമാണ് ജീവിക്കാൻ. അതറിഞ്ഞ് മനസ്സറിഞ്ഞ് സമാധാനവും സന്തോഷവും ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ മതി. പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണം, സേവ് ചെയ്യണം, ഫോളോ ചെയ്ത് കയറി വരണം. വരകട്ടെ പ്രകാശം.